ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗ്ലിസറിൻ നമ്മുടെ മുഖ സൗന്ദര്യത്തെയും അതുപോലെ ഹെയറിനെയും എങ്ങനെയെല്ലാം ഉപകാരപ്പെടും എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അത് ഗ്ലിസറിൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫേസ് പാക്കും അതുപോലെ തന്നെ ഒരു നൈറ്റ് ക്രീമും അതുപോലെ മുടിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കുക. ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ഗ്ലിസറിൻ. ഇത് റോസ് വാട്ടർ മിക്സ് ആണ്. ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ തുല്യ അളവിൽ ചേർത്തിട്ടുള്ള ഗ്ലിസറിൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിത് ഇവിടെ അടുത്തൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ റോസ് വാട്ടർ മിക്സ് ചെയ്ത ഗ്ലിസറിൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്ലിസറിനും റോസ് വാട്ടറും പ്രത്യേകം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നേരിട്ട് അപ്ലൈ ചെയ്യുന്നത് പല കമൻറ്റിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഗ്ലിസറിൻ നേരിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാമോ എന്ന്. പക്ഷേ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ ആദ്യം എടുത്ത 1 ടീസ്പൂൺ അളവിലുള്ള അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞു ഗ്ലിസറിൻ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് അങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഗ്ലിസറിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടും റോസ് വാട്ടറും ഗ്ലിസറിനും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വേണ്ടി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈരാണ്. നല്ല കട്ട തൈര്, 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര്. പിന്നെ ഇത് EVON 400 അല്ലെങ്കിൽ നമ്മുടെ വിറ്റാമിൻ ഇയുടെ 1 ക്യാപ്സൂൾ, അത് പൊട്ടിച്ചെടുക്കുന്ന ഒരു ഓയിലും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി നമുക്കെല്ലാം അറിയാം, നമ്മുടെ കൊറിയൻ പാക്കിലും ജാപ്പനീസ് പാക്കിലും എല്ലാം ഉപയോഗിക്കുന്നതാണ് അരിപ്പൊടി. അതുപോലെ ഞാൻ ഈ ഗ്ലിസറിൻ്റെ ഉപയോഗം കണ്ട വീഡിയോയിൽ കടലമാവ് ഓപ്ഷണലായിട്ട് ഉപയോഗിക്കാനും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതും ഉപയോഗിച്ച് നോക്കി. അതിനെക്കാട്ടി എനിക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയത് അരിപ്പൊടിയിലേക്ക് ഇതെല്ലാം ചേർത്തതാണ്. അരിപ്പൊടി, തൈര്, ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ, പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂള്. ഇനി ഇത് ഒരല്പം കട്ടിയായിട്ട് തോന്നി, അതുകൊണ്ട് ഒരല്പം തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഇതിന് ചേർക്കാൻ പറ്റില്ല. തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ള നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ ആക്കിയെടുക്കാം. പിന്നെ ഗ്ലിസറിനുള്ള പാക്കോ അല്ലെങ്കിൽ ക്രീമോ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പാച്ച് ടെസ്റ്റ് നടത്താം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പകൽ സമയത്ത് ഉപയോഗിക്കരുത്. നമ്മൾ എങ്ങനെയായാലും ഇത് ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലിസറിൻ രാത്രി കാലങ്ങളിൽ മാത്രം ഉപയോഗിക്കാനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ഉണ്ടാക്കി വയ്ക്കുന്ന പാക്ക് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാത്രി ഉപയോഗിക്കുക. രാത്രി വീഡിയോ പറ്റാത്തത് കൊണ്ടാണ് രാവിലെ പകൽ സമയത്ത് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് രാത്രി ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ മറ്റ് നൈറ്റ് ക്രീമുകളെല്ലാം ഒരു 2-3 ദിവസത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. പകരം ഗ്ലിസറിൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കാം. ഒരല്പം ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം എടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അത് ഏത് കമ്പനിയുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന അലോവേര ജെല്ലായാലും മതിയാകും. അതിൽ നിന്ന് ഒരല്പം എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേന് അത് രണ്ടും കൂടി മിക്സായിട്ട് നല്ലൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആകും. ഇനി ഇത് രാത്രി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരല്പം കോട്ടണിലെങ്ങാനും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്ത് മുഖത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലെൻസിങ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പാക്ക് ഇടുക. ആ പാക്ക് ഒന്നുകിൽ കടലമാവ് ചേർത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ച് ഉപയോഗിക്കാം. പക്ഷേ അരിപ്പൊടി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് അരിപ്പൊടി ചേർത്ത പാക്കിനാണ്. പാക്ക് ഇടുക. ഒരു 15 മിനിറ്റിന് ശേഷം ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. കഴുകി മുഖത്തെ ആ ഈർപ്പമയം വെള്ളമയം ഒന്ന് മാറിയതിന് ശേഷം ഈ ഒരു ക്രീം നൈറ്റ് ക്രീമായിട്ട് ഇട്ടേക്കുക. പിന്നെ അതിനെ കഴുകിക്കളയേണ്ട ആവശ്യമില്ല. അതിട്ട് തന്നെ ഉറങ്ങാം. രാവിലെ മാത്രം മുഖം കഴുകിയാൽ മതിയാവും. ഇനി ഗ്ലിസറിൻ ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പോലെ തന്നെ മുടിക്കും നല്ല യൂസ്ഫുള്ളാണ്. മുടി നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ റോസ് വാട്ടർ പ്ലസ് ഗ്ലിസറിൻ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഗ്ലിസറിൻ ആയാലും മതിയാകും. 1 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ, നല്ലൊരു ടേബിൾ സ്പൂൺ അളവിലുള്ള ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുടിയുടെ തലയോട്ടി മുതൽ
തുമ്പറ്റം വരെ നന്നായിട്ട് തേച്ച് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ മുടിയുടെ വേരിലും അതുപോലെ തുമ്പറ്റം വരെയും ഇങ്ങനെ ഗ്ലിസറിൻ ചേർത്ത വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി നല്ല സോഫ്റ്റായി നല്ല ഷൈനി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ചില ഡ്രൈനെസ്, ചിലരുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. ആ ഡ്രൈനെസ് മാറ്റുന്നതിനും ഇത് വളരെ പ്രയോജനം ചെയ്യും. അപ്പം മുഖത്താണെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടുന്നതും ഒപ്പം തന്നെ നമ്മൾ തലയിൽ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയും അറ്റംപിളർപ്പും മാറി നല്ല ഷൈനിങ് ആയിട്ടുള്ള മുടി കിട്ടുന്നതിനും വളരെ നല്ലതാണ് ഗ്ലിസറിൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് കിട്ടുന്ന ഓരോ പ്രോത്സാഹനമാണ്. പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കാൻ മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.